ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 അധികാരത്തിൽ വരുന്നത്. അന്നാണ് ഡീപ്സീക്കിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം വരുന്നത്. ഡൊണാൾഡ് ട്രംപ് അന്ന് ഈ സ്റ്റാർഗേറ്റ് എന്നൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ഒരു വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന ലാർജ് ലാംഗ്വേജ് മോഡലുകളെയൊക്കെ വികസിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ വലിയൊരു പ്രൊജക്റ്റ് സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് എലോൺ മസ്കിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയല്ലേ? കാരണം ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞൻ കമ്പനി നമുക്ക് വെല്ലുവിളി ഉയർത്തുന്ന രൂപത്തിൽ വരുന്നു. സ്വാഭാവികമായും ഇതിൻ്റെ ഇൻവെസ്റ്റർമാരൊക്കെ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര പണം ആവശ്യപ്പെടുന്നത്? എന്തിനാണ് നിങ്ങളുടെ കമ്പനി ഇത്ര എഫിഷ്യൻ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? ഇങ്ങനെ തുടങ്ങിയ ഇൻവെസ്റ്ററുകൾ കുറയാൻ സാധ്യത ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള നിഗമനങ്ങളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഓഹരി വിപണിയിൽ ഇടിവും ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ട്രംപിൻ്റെ പുതിയ പദ്ധതികളെ അല്ലെങ്കിൽ ട്രംപും എലോൺ മസ്കും കൂടി ചേർന്നുകൊണ്ടുള്ള അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതികളൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയല്ലേ? അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രംപിൻ്റെ പ്രൊജക്റ്റാണോ എലോൺ മസ്കിൻ്റെ പ്രൊജക്റ്റാണോ എന്നുള്ളതിനകത്തൊരു സംശയമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് എലോൺ മസ്കിൻ്റെ പ്രൊജക്റ്റായിരിക്കും. അതുകൊണ്ടായിരിക്കും ട്രംപ് അധികാരമായിട്ടതിൻ്റെ തൊട്ട് പിറകെ $500 ബില്യൺ AI പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. $500 ബില്യൺ AI പ്രോജക്റ്റാണ് അനൗൺസ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, രാജ്യത്തെ സംബന്ധിച്ച്, അമേരിക്ക പോലൊരു രാജ്യത്തെ സംബന്ധിച്ച് ലോകത്തെ മുഴുവൻ നയിക്കുന്നത് നമ്മളാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് $500 ബില്യൺ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇനി അങ്ങോട്ട് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വരുന്ന കാലത്ത് എന്തായിരുന്നു നമ്മളുടെ മനുഷ്യ വിഭവശേഷിയുടെ ഉപയോഗം? സർക്കാർ സർവീസ് നമ്മൾ എടുക്കുക. സർക്കാർ സർവീസിൽ കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പും അതിൻ്റെ ഉപയോഗം കൂടി അതിൻ്റെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപയോഗം നടക്കുന്നത് വരെയുള്ള തൊഴിൽ ശേഷി നമ്മളൊന്ന് കണക്കാക്കിയാൽ മതി. എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്? അപ്പോൾ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് ഫോർസീൻ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന, ലാഭം പ്രതീക്ഷിക്കുന്ന എലോൺ മസ്കിനെ പോലൊരാൾ ഭാവിയിൽ ഇന്ന രീതിയിലൊക്കെ ആവും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചുണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെയും തുടർച്ചയിലാണ് അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഈ പറയുന്ന $500 ബില്യൺ ഈ പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ തുടർച്ചയിലാണ് അദ്ദേഹം അവിടെ VRS കൂടെ പ്രഖ്യാപിക്കുന്നതെന്നാണ്. വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. നമ്മുടെ രാജ്യത്ത് എത്രയോ കാലം മുമ്പ് പ്രഖ്യാപിച്ചാണ് വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം. ഏത് സാഹചര്യത്തിലാണ് അത് പ്രഖ്യാപിക്കുന്നതെന്ന് കൂടെ ആലോചിക്കണം. ഇന്ത്യയിൽ വലിയ സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പ്രഖ്യാപിക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയും ആളുകളെ ഇങ്ങനെ ശമ്പളം കൊടുത്ത് അവർ പെൻഷനാകുമ്പോൾ പെൻഷൻ കൊടുത്ത് ഇങ്ങനെ പോറ്റേണ്ടതില്ല എന്ന് ഭരണകൂടത്തിന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് അവരത് പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അത് പ്രഖ്യാപിക്കുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്നുണ്ട് AIയുടെ ഡെവലപ്മെൻറ്റ് വരുന്നതോടുകൂടി തന്നെ ഈ സർവീസിൽ ഇത്രയധികം ആളുകളെ ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഇവരെ ഇങ്ങനെ പോറ്റേണ്ടതില്ല. ഇവരിപ്പോൾ ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ തോട്ട് പ്രോസസ്സ് ആയിരിക്കില്ല, അത് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രിയുടെ തോട്ട് പ്രോസസ്സായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നടക്കുന്നുണ്ട്, നമ്മളറിയാതെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുന്നേറുന്ന ഒരു സിനാരിയോ ആണ്. അപ്പുറത്ത് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേറൊരു സിനാരിയോ അവിടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ക്ലാഷ് എന്തായാലും ഉണ്ടാകും. ഈ ക്ലാഷിൽ എന്ത് ജയിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കുറിച്ച് എത്രത്തോളം സംസാരിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് എത്രത്തോളം മുമ്പോട്ട് പോയി, ഏത് സോഫ്റ്റ്വെയറാണ് അവിടെ ജയിച്ചത്? ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മാർക്കറ്റിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. ആ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർക്കൊരു കൺസെപ്റ്റുണ്ട്. ആ കൺസെപ്റ്റാണ് പൊതുവിൽ ജയിച്ച് കാണാറ്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആപ്പിൾ അവരുടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചൈനയിൽ നടത്താൻ തീരുമാനിക്കുന്നത്? എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ അവരുടെ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ആ സ്പേസാണ് ചൈന ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ചെറിയ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഹൈ എൻഡ് ചിപ്പ് മാത്രം ആ ചിപ്പ് പോലും വേണ്ടതില്ല,
അതിൻ്റെ 2 തലമുറ മുമ്പുള്ള ചിപ്പാണെങ്കിൽ പോലും ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സന്നദ്ധരാണ്, അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഞങ്ങൾക്കുണ്ട് എന്നാണ് ലോകത്ത്. ഇത് രണ്ടും മാർക്കറ്റിനെ മുൻനിർത്തിയുള്ള നീക്കങ്ങളായിട്ട് നമ്മൾ കാണണം. അതിനപ്പുറം ഒന്നും കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.